Hi dear friends, welcome back to Easy Commerce Concepts by Ajiza Fibinsha. So, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ +1 എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആനുവൽ എക്സാമിനേഷൻ ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഉണ്ടാകും. ഐ എം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് മീൻ ആൻഡ് മീഡിയൻ. അതായത് ഒരു ചോദ്യം തന്നെ തന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് മീൻ കണ്ടുപിടിക്കാനും പറയും, മീഡിയൻ കണ്ടുപിടിക്കാനും പറയും. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ഇൻട്രോ എന്ന പോലെ പറയാം. അരിത്മെറ്റിക് മീനും മീഡിയനും മോഡും ഇത് മൂന്നും നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന 5ാമത്തെ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ഈ അരിത്മെറ്റിക് മീൻ? നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് അത് എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്ന ഒരു ആവറേജ് കിട്ടുന്നത്. അതുപോലെ മീഡിയൻ എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ ആവറേജ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ആ ഒരു നമ്പേഴ്സിന് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ നമ്മൾ ക്രമമായിട്ട് എഴുതുകയാണെങ്കിൽ അപ്പോൾ ഏറ്റവും മിഡിൽ മോസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു നമ്പറാണ് മീഡിയൻ എന്ന് പറയുന്നത്. മോഡ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന, റിപ്പീറ്റഡ് നേച്ചറിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഒരു ടേം അല്ലെങ്കിൽ ഒരു നമ്പറാണ് എന്ത് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും എന്താണെന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു കുട്ടിയോട് ഇത് പറയുമ്പോഴാണ് കുറച്ചുകൂടി ഒരു കണക്ഷൻ വരുന്നത്. അല്ലാതെ ഞാൻ നേരിട്ട് മീഡിയനും മോഡും അതുപോലെ മീനൊക്കെ കാണാൻ പറയുമ്പോൾ കുറച്ചൊരു കണക്ഷന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് ഒന്നും ഇതിനെ കുറിച്ചൊരു അറിയാത്തൊരു കുട്ടി എങ്ങനെയാണോ ഇത് പഠിക്കുന്നത് ആ ഒരു ലെവലിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇതൊക്കെ അറിയുന്ന ഒരു കുട്ടികൾക്ക് കുറച്ച് ബോറടിക്കും. അതുകൊണ്ടാണ് മുൻകൂടി ഒരു ജാമ്യം എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോറി, നിങ്ങൾക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഇതുവരെയാണ് കേട്ടോ ചോദ്യം, ഇത്ര വരെ ഉണ്ടാവുള്ളൂ. ഈ 2 കോളം മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ. ഇത് ആൻസറിന്റെ പാർട്ടായിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് തന്നെ ഫില്ല് ചെയ്യാം. സോ ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ക്ലാസ്സസ് തരും, അതുപോലെ തന്നെ ഫ്രീക്വൻസിയും തരും. എന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യമാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് മീൻ ആൻഡ് മീഡിയൻ. അതായത് മീനും കണ്ടുപിടിക്കണം, മീഡിയനും കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എക്സ് ബാർ ആണ് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മീനിനെ സൂചിപ്പിക്കുന്ന ഒരു ടേം ആണ് എക്സ് ബാർ. നമ്മളിങ്ങനെ എക്സ് എഴുതിയിട്ട് അതിന്റെ മുകളിൽ വരാം. അതാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. എന്താണ് ഈ സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ട് കിട്ടില്ലേ ടോട്ടല്, ആ ടോട്ടലിന് ആ ഒരു സമ്മേഷന് വിളിക്കുന്ന പേരാണ് സിഗ്മ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സിഗ്മ എഫ് എം. എന്താണ് എഫ്? എന്താണ് എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്. ഇവിടെ തന്നിട്ടില്ല ഫ്രീക്വൻസി. എന്താണ് എം? എന്താണ് എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാന്ന്. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്, ഫ്രീക്വൻസിയുടെ ടോട്ടൽ. അതാണ് എന്ത് സിഗ്മ എഫ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി സിഗ്മ എന്ന് കേൾക്കുന്ന സമയത്ത് ടോട്ടൽ എന്നുള്ള ഒരു ടേം ആണ് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത്. ക്ലിയർ അല്ലേ? ഫൈൻ. സിഗ്മയ്ക്ക് വേറെ ഒരു പറയാറുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ പഠിക്കുമ്പോൾ സിഗ്മ വേറൊരു രീതിയിൽ പറയാറുണ്ട്. ഇവിടുത്തെ സിഗ്മ അത് വേറെ രീതിയിൽ തന്നെയാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടുത്തെ സിഗ്മ എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഇതാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ 3 കോളം പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നമ്മൾ മീനും മീഡിയനും കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് 3 കോളം പ്രിപ്പയർ ചെയ്യുന്നത്. മീനിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ മിഡ് പോയിന്റും എഫ് എമ്മും മാത്രമാണ്. മീഡിയനും കൂടി കണ്ടുപിടിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഒരു കോളം കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ അത് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ 2 കോളമാണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് കിട്ടും. എന്തുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഇവിടെ ആദ്യം 2 നമ്പർ അല്ലേ ഉള്ളൂ. എത്ര എണ്ണം ഉണ്ടോ ആ 2 കൂടി ആ എത്ര എണ്ണങ്ങൾ കൂട്ടിയിട്ട് അത് എത്ര എണ്ണം ഉണ്ടോ അതിനെ കൊണ്ട് അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ മിഡ് പോയിന്റ് നമുക്ക് കിട്ടുക. സോ ഇവിടെ 0 + 20 എന്ന് പറഞ്ഞാൽ എന്താ 20 എന്നല്ലേ? 20 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 10. അപ്പൊ ഫസ്റ്റത്തെ മിഡ് പോയിന്റ് നമുക്ക് 10 എന്ന് കിട്ടി. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്രീക്വൻസിയും ഈ മിഡ് പോയിന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫ് എം എഴുതാം. എഫ്
വെച്ചാൽ ഫ്രീക്വൻസിയും മിഡ് വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്നതാണ് FM എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഇൻറ്റു മിഡ് പോയിന്റ്. അപ്പൊ 2 × 10 എത്രയാണ്? അത് 20. ഒന്നാമത്തെ FM എന്ന് പറയുന്നത് 20 ആണ്. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് നിങ്ങൾ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക, ബോർഡ് നന്നായി ശ്രദ്ധിക്കുക. അടുത്തതിലേക്ക് പോകുമ്പോൾ നോക്കിക്കേ, മിഡ് പോയിന്റ് 20യും 40യും. അപ്പൊ 20 + 40 എത്രയാണ് നമുക്ക് കിട്ടുക? 60. 60 ÷ 2 എത്രയാണ്? 30. ഇപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിന്റെ മിഡ് പോയിന്റും കിട്ടി, എത്രയാണ്? 30. ഇപ്പൊ 6 × 30. 6 × 30 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 180 ആണ് ആൻസർ കിട്ടുക. ഈ 6ഉം ഈ 30ഉം കൂടി ഗുണിക്കുകയാണ് കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിക്കുക. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം മിസ്, എങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുന്നവരോട് സോറി. ഒട്ടും അറിയാത്തൊരു കുട്ടി എങ്ങനെയാണോ ഇത് പഠിക്കുക ആ ഒരു ലെവലിലാണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അറിയുന്നവരൊന്ന് ക്ഷമിക്കുക. സോ 6 × 30 180. അടുത്ത നോക്കിയേ, 40യും 60യും രണ്ടും കൂടി കൂട്ടുക, 2 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കുക. എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് 50. 50. 16 × 50 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ദാറ്റ് ഈസ് 800. 800 എഴുതുക. അതിനുശേഷം നമ്മൾ 60യും അതേപോലെ തന്നെ 80യും കൂടി കൂട്ടുക, ÷ 2 ചെയ്യുക. അപ്പൊ നമുക്ക് 70 കിട്ടും. 10ഉം 70യും എത്രയാണ്? 700. അടുത്തത് 80യും 100. 180. 180 ÷ 2 that is 90. 90 × 6 that is 540. അപ്പൊ ഈ 2 കോളം നമ്മൾ എന്ത് ചെയ്തു? ഫിൽ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? കാണുന്നുണ്ടാവില്ല അല്ലെ? ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇത്രയും ഏരിയ നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മുടെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന്റെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷനിലേക്ക് വരുന്നത് σFM / σF ആണ്. അപ്പൊ ഈ കാണുന്ന FM കോളം കണ്ടില്ല നിങ്ങളെ? 20, 180, 800, 700, 540. അപ്പൊ ഈ കോളത്തിന്റെ ആകെ തുക, അതിന്റെ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? σFM എന്ന് വിളിക്കുന്നത്. σFM എന്ന് വെച്ചാല് FM കോളത്തിന്റെ ടോട്ടൽ. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂട്ടി നിങ്ങൾ എഴുതണം. അത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2240 ആണ്. 2240 ആണ് ഈ കാണുന്ന ഈ FM കോളം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക. ഡിവൈഡഡ് ബൈ ഈ കാണുന്ന ഫ്രീക്വൻസി കോളം കണ്ടില്ലേ? 2, 6, 16, 10, 6. ഈ കോളം കൂടി അങ്ങ് കൂട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. സോ 2240 ഡിവൈഡഡ് ബൈ നമ്മൾ 40 ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 56 ആണ്. 56. ഞാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. നിങ്ങളത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഈക്വൽ സൈൻ ഇട്ടിട്ട് താഴെയാണെന്ന് എഴുതേണ്ടത്. സോ ഈ ഒരു ചോദ്യത്തിലെ പകുതി മാർക്ക് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. വി ആർ സെക്യൂർഡ് ദ ഹാഫ് ഓഫ് ദ മാർക്ക്. ഹാഫ് മാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ആൻസർ വന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് 56. എങ്ങനെയാണ് ഈ 56 കിട്ടിയത്? σFM ഡിവൈഡഡ് ബൈ σF. σF എങ്ങനെ കിട്ടി? ഈ FM എന്നുള്ള ഈ ഒരു കോളം നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 2240 കിട്ടി. ഡിവൈഡഡ് ബൈ ഈ ഒരു ഫ്രീക്വൻസിയുടെ കോളം നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 40 കിട്ടി. അതിനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 56 കിട്ടി. സോ ഹിയർ അരിത്മെറ്റിക് മീൻ, AM, മീൻ എന്ത് വേണമെങ്കിലും പറയാം, അതിനെ വിളിക്കുന്ന പേരാണ് AM അല്ലെങ്കിൽ മീന്. അത് എത്രയാണ് ആൻസർ? 56 ആണ്. അപ്പൊ ഇതൊരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നാൽ ഇതിന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ 2 മാർക്ക് സെക്യൂർഡ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ആണ്. അപ്പൊ മീൻ കണ്ടുപിടിച്ചത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ മിഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തു, FM കോളം ഉണ്ടാക്കി, അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. എങ്ങനെയാ ഫില്ല് ചെയ്തതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സോ എല്ലാ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്നായിട്ട് ആ ഒരു ഏരിയയിലൂടെ നിങ്ങൾ കടന്നുപോയ ബോർഡ് നന്നായിട്ടൊന്ന് നോക്കുക. ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഓരോന്നും കിട്ടിയതെന്നുള്ളതിന്റെ ഒരു ഏകദേശം ഒരു ധാരണ മനസ്സിൽ വരുന്നുണ്ടാവും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്ത് ചോദിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ മീഡിയനിലേക്ക് പോവാണ്. മീഡിയൻ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു CF കോളം. CF എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് ആ ഒരു CF ന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആണ്.
CF കണ്ടുപിടിക്കാന്. അതായത് ഫ്രീക്വൻസി കോളം കാണുന്നില്ലേ നിങ്ങൾ? ഫ്രീക്വൻസി 2, 6, 16, 10, 6. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഫ്രീക്വൻസി കോളം. ഈ ഫ്രീക്വൻസി കോളം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് എഴുതുന്ന ഫില്ല് ചെയ്യുന്നതാണ് CF. ആദ്യത്തെ എത്ര തന്നെയാ വരിക? 2 തന്നെയാണ് വരിക. കാരണം ഇത് നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ട് എഴുതും. പിന്നെ ഈ 2ന്റെ കൂടെ ഈ 6ഉം കൂടി അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. പിന്നെ നമ്മൾ ഈ 8ന്റെ കൂടെ എന്ത് ചെയ്യും? ആ ഒരു 16 അങ്ങ് ആഡ് ചെയ്യും. അത് 8ന്റെ കൂടെയാണ് 16 ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. അതായത് ആദ്യം നമുക്ക് 2 കിട്ടി, അത് നമ്മൾ ഇതുപോലെ അങ്ങ് എടുത്ത് എഴുതിയത്. പിന്നെ ഈ 2നെ 6 കൊണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. പിന്നെ ഈ 8നെ നമ്മൾ 16നെ കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത്. പിന്നെ ഈ 24 നമ്മൾ 10 കൊണ്ട് ആഡ് ചെയ്യണം. 24 പ്ലസ് 10 എത്രയാണ്? ദാറ്റ് ഈസ് 34. ദെൻ 10നെ വീണ്ടും നമ്മൾ 34 കൊണ്ട് ആഡ് ചെയ്യുന്നു. നമ്മൾ 24നെ 10 കൊണ്ട് ആഡ് ചെയ്ത് 34 കിട്ടി. ദെൻ 34നെ 6 കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 40 കിട്ടുന്നു. അങ്ങനെ ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് എഴുതുന്നതാണ് എന്ത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ കൂട്ടുക. ക്ലിയർ അല്ല? നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ ക്യുമുലേറ്റീവ് ഡിഫറൻഷിയേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികളല്ല. സോ നമ്മൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. എങ്ങനെയാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടിയ മനസ്സിലായല്ലേ? നമ്മുടെ ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് എഴുതുന്നതാണ്. 2 ആദ്യത്തത് എഴുതി, 2ന്റെ കൂടെ 6 ആഡ് ചെയ്ത് 8 എഴുതി, 8ന്റെ കൂടെ 16 ആഡ് ചെയ്ത് 24 എഴുതി, 24ന്റെ കൂടെ 10 ആഡ് ചെയ്ത് 34 എഴുതി, 34ന്റെ കൂടെ 6 ആഡ് ചെയ്ത് 40 എഴുതി. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ഒരു 40 കിട്ടിയിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും 40 കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? രണ്ടും സെയിം ആണ്. കാരണം ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആയിരിക്കും CF കോളത്തിന്റെ അവസാനമായിട്ട് നമുക്ക് കിട്ടുക. അതങ്ങനെയാണ് തരിക. അതാണ് അതിന്റെ ലോജിക്ക്. അത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്തത് ശരിയാണെന്നാണ്. അതായത് നമ്മളിപ്പോ ഇവിടെ എക്സ് ബാറിന് സിഗ്മ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രീക്വൻസി കോളം ആഡ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ നമുക്ക് 40 കിട്ടി. ആ 40 തന്നെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അവസാനത്തെ 40 നമുക്ക് കിട്ടിയത്. അപ്പൊ അത് രണ്ടും മാച്ച് ചെയ്യണം. ചെയ്താലേ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതേ നമ്മൾ ചെയ്തു. ഇപ്പൊ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് CF ചെയ്തു. CF ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതുകൊണ്ട് ആയില്ല. മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. വി ഹാവ് ആൻ ഇക്വേഷൻ ഫോർ മീഡിയൻ. നന്നായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവും മീഡിയൻ കണ്ടുപിടിക്കാൻ. നന്നായിട്ടൊന്ന് നോക്കാം. അതായത് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ദാറ്റ് ഈസ് L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C. ഇതാണ് അതിന്റെ ഇക്വേഷൻ. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ ആണ് L പ്ലസ് n/2 മൈനസ് CF ബൈ F ഇൻറ്റു C. ഇതിൽ ഓരോന്ന് എന്തൊക്കെയാന്ന് വെച്ചാല് ആദ്യം നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. ഏത് ക്ലാസ്സിലാണ് മീഡിയൻ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? n/2th ഐറ്റം കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് ഈ n/2th? n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 40. 40 ആണ് നമ്മുടെ n നമ്പർ എന്ന് പറയുന്നത്. എത്രയാണ്? 40 ആണ്. മൊത്തം എത്ര എണ്ണുണ്ട്? 40 എണ്ണമുണ്ട്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 20. എന്ന് വെച്ചാൽ 20 അല്ല മീഡിയൻ, 20th ഐറ്റം ആണ് മീഡിയൻ. അപ്പൊ 20 എന്ന് പറയുന്ന ഒരു വാല്യൂ ഈ CF കോളത്തിൽ എവിടെയായിരിക്കും വരിക എന്ന് നോക്കിയാൽ മതി. 2ലാണോ 20 വരിക? അല്ല. 8ലാണോ 20 വരിക? അല്ലേ അല്ല. 24ലാണോ 20 വരിക? അതെല്ലേ. 24ലാണ് 20 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കിട്ടി. ഈ 20 ഇപ്പൊ എവിടുന്ന കിട്ടിയത്? 40 ഡിവൈഡഡ് ബൈ 2. n/2th വാല്യൂ ആണ് 20 ആയിട്ട് കിട്ടിയത്. അപ്പൊ 20th ഐറ്റം 20 എന്ന് പറയുന്നത് 24 എന്ന് പറയുന്ന CF-ലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 24ന് നേരെയുള്ള ക്ലാസ് ഏതാണെന്ന് നോക്കിക്കേ. ദാറ്റ് ഈസ് 40 to 60. 40 to 60 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. സോ മീഡിയൻ ക്ലാസ് എത്രയാണ് കിട്ടിയത്? ദാറ്റ് ഈസ് 40 to 60 ആണ് മീഡിയൻ ക്ലാസ് ആയിട്ട് കിട്ടിയിട്ടില്ല. ക്ലിയർ അല്ലേ? അപ്പൊ 40 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് നമുക്കത് കിട്ടി. മീഡിയൻ ക്ലാസ്സും കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് അത് ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അവിടെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ L എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? L പ്ലസ്
n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു സി എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷനിലേക്ക് മീഡിയൻ ക്ലാസ്സിൽ നിന്നും ഓരോ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പൊ L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. അപ്പൊ മീഡിയൻ ക്ലാസ് ഏതാണ്? 40 to 60. ഇപ്പൊ 40 to 60ന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 40 ആണ്. സോ L നമുക്ക് എത്ര കിട്ടി? L നമുക്ക് 40 കിട്ടി. പിന്നെ അടുത്തൊന്ന് നോക്കിക്കേ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? n/2 കിട്ടി 20 ആണ്. CF അതിന് നേരെയുള്ള CF നോക്കിക്കേ, ഇതാണ് നമ്മുടെ എന്ത്? L പ്ലസ് n/2 അല്ലേ? L നമുക്ക് ഓൾറെഡി കിട്ടിയത് 40, n/2 നമുക്കറിയാം 40 ഡിവൈഡഡ് ബൈ 2. ഈ 40 അല്ല കേട്ടോ, ഈ 40 ഡിവൈഡ് ബൈ 2 ചെയ്തതാണ് 20. പിന്നെ CF എന്ന് വെച്ചാല് നമ്മുടെ ഈ കാണുന്ന ഈ മീഡിയം ക്ലാസിന്റെ നേരെയുള്ള ആ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ട എന്ത്? CF എന്ന് പറയുന്നത്. തെറ്റിക്കരുത്, മീഡിയം ക്ലാസ്സിന് നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതിവിടെ എത്രയാണ്? അതിവിടെ 8 ആണ്. ഒരു യുദ്ധക്കളം പോലെ ആയില്ല, ഇപ്പൊ ബോർഡ് നല്ല ഭംഗിയുണ്ടല്ലേ. സോ ഇവിടെ നമ്മള് 8 ആണ് CF ആയിട്ട് എടുക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, മീഡിയൻ ക്ലാസിന്റെ നേരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ എഫ് എന്ന് പറയുന്നത് നമ്മുടെ നേരെ അതിങ്ങനെ മുകളിലേക്കും താഴേക്കൊന്നും പോണ്ട, മീഡിയം ക്ലാസ്സിന് നേരെയുള്ള ഫ്രീക്വൻസി എത്രയാണോ അതാണ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ സി എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവൽ ആണ്. ഇവിടെ നോക്കിക്കേ, 40 to 60 എന്ന് പറയുന്ന ഒരു ക്ലാസിന്റെ ഇന്റർവൽ എത്രയാണ്? അതിന്റെ ഉള്ളിലുള്ള ഒരു ഗ്യാപ്പ് 60 മൈനസ് 40 ദാറ്റ് ഈസ് 20 ആണ് നമ്മുടെ എന്ത്? ആ ഒരു ക്ലാസ് ഇന്റർവൽ എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് 60 മൈനസ് 40 അതാണ് ക്ലാസ് ഇന്റർവെല്. സോ അത് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ L എന്ന് പറയുന്നത് 40 ആണ്, പ്ലസ് n/2 എന്ന് പറയുന്നത് 20 ആണ്, ഡിവൈഡഡ് ബൈ F എന്ന് പറയുന്നത് 16 ആണ്, ഇൻറ്റു C എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് 40 പ്ലസ് 20 മൈനസ് 8 12 ഡിവൈഡ് ബൈ 16 ഇൻറ്റു 20. സോ 12 പ്ലസ് നമ്മൾക്ക് ചെയ്ത് കഴിയുമ്പോൾ 12 ബൈ 16 ഇൻറ്റു 20 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. സോ 40 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 55. ക്ലിയർ? നമുക്ക് നേരത്തെ മീൻ എത്രയായിരുന്നു കിട്ടിയ? 56 അല്ലേ? ഇപ്പൊ മീഡിയൻ എത്ര കിട്ടിയ? 55. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഒന്നിന്റെ വ്യത്യാസമല്ലേ വന്നിട്ടുള്ളൂ. അപ്പൊ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ എങ്ങനെയാണ് മീനും മീഡിയനും കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു. മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ FM ഡിവൈഡഡ് ബൈ സിഗ്മ F ആയിരുന്നു. അത് നമ്മൾ ചെയ്തു. മിഡ് പോയിന്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇതാണ് ഇക്വേഷൻ. ഫ്രീക്വൻസി മാത്രം തന്നിട്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റിലാണ് തരുന്നതെങ്കിൽ, ക്ലാസ്സിൽ അല്ലാതെയാണ് തരുന്നതെങ്കിൽ ഇങ്ങനെ മിഡ് വാല്യൂ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മിക്കവാറും ഇങ്ങനെയാണ് ചോദ്യം വരാൻ സാധ്യത, ക്ലാസ് ഒക്കെ തന്നിട്ട്. അപ്പൊ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ മീനും മീഡിയനും ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇപ്പൊ ഡീൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നെന്ന് തോന്നുന്നു. മീൻ കണ്ടുപിടിക്കാൻ x ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ FN ഡിവൈഡ് ബൈ F. മീഡിയൻ കണ്ടുപിടിക്കാൻ ആദ്യം മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. n/2 വാല്യൂ വെച്ചിട്ടാണ് ക്ലാസ് കണ്ടുപിടിക്കുക. n എന്ന് പറയുന്നത് സിഗ്മ F ആയിരിക്കും. സോ അത് കണ്ടുപിടിക്കുക. അതിനുശേഷം മീഡിയൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? L പ്ലസ് n/2 മൈനസ് CF ബൈ F ഇൻറ്റു C. ആ ഇക്വേഷനൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എന്നിട്ട് ഇത് കണ്ടുപിടിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു നല്ലൊരു സ്കോർ തന്നെ, ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം 8 മാർക്കിന്, ഇത് ആക്ച്വലി 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, ഇതൊരു 8 മാർക്കിന്റെ ചോദ്യമായിരുന്നു. സോ 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ട് ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.